ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് ഫ്രണ്ട്സ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കനിനെയാണെങ്കിൽ ബബ്ലു അവൻ്റെ റൂമിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഒരാൾ വന്ന് പറയുന്നുണ്ട് അവിടെ താഴെ ഹാളിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഉടനെ തന്നെ കനിനെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ബബ്ലു ആണെങ്കിൽ അവനെ സെറ്റാക്കി അങ്ങ് താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. താഴെ അവർ മാത്രമല്ല, നമ്മുടെ മീനാനഗരിൻ, അസ്വദേവാത്തിൻ, തവിഷ്മേധ എല്ലാത്തിലെയും അവിടെ ഭരിക്കുന്ന ആൾക്കാരും അവരുടെ മക്കളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് എത്തുന്ന സമയത്ത് അവനെ അവിടെ വെച്ചിട്ട് കനിൻ കാണുന്നുണ്ട്. അവയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ഇവിടെ താമസിക്കാനൊക്കെ വന്നിട്ട് എല്ലാം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, കംഫർട്ടബിൾ ആണോ എന്നൊക്കെ. ആ സമയം കനിൻ നന്നായിട്ട് പോകുന്നു എന്ന് പറയാണ്. എന്നാൽ റാമിലപ്പോൾ അവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇപ്പം നീ പുതിയതായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തന്നെ ഈ മലയുടെ റൂൾസ് ഒന്നും നിനക്ക് അറിയത്തില്ലായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കനിനോട് സംസാരിക്കുന്നുണ്ട്. ഇവൻ്റെ ഈ സംസാരം അവയ്ക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം രാജാവ് വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെ ഹാളിലേക്ക് കയറിയിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറിയിരിക്കുന്ന സമയത്ത് രാജാവ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ നിങ്ങളിങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് നമ്മൾ നടക്കാൻ പോകുന്ന ഒരു ഫെൻസിങ് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം റാമിൻ്റെ അച്ഛൻ എഴുന്നേറ്റ് നിന്നിട്ട് അവ ഒരു പെൺകുട്ടിയല്ലേ, ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ കൂടെ മത്സരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ, ആൺകുട്ടികൾ മത്സരിക്കുന്ന സമയത്ത് അതൊരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ഫുൾ പവർ എടുത്ത് മത്സരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവയെ ഈ മത്സരത്തിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവയുടെ അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ട്, അതൊന്നും പറ്റത്തില്ല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു മത്സരത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ മത്സരിക്കുന്നത്. പിന്നെ ആണിനും പെണ്ണിനും ഒരേ വില തന്നെയാണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. ആ സമയം അവർ തമ്മിൽ ഒരു തർക്കം തുടങ്ങുന്നുണ്ട്. ആ സമയം രാജാവ് ദേഷ്യപ്പെട്ടിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു സോറി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയം മീനാനഗരിൻ ഭരിക്കുന്ന ആൾ, ആ ഒരു മക്കളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രാജാവ്, അയാൾ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒരു ഐഡിയ പറയാനുണ്ട്. നമ്മൾ എപ്പോഴത്തെയും പോലെ ഒരു ട്രഡീഷണലായിട്ട് ഫെൻസിങ് മത്സരം നടത്തിയിട്ടാണല്ലോ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത്തവണ അത് മാത്രം പോരാന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം നമ്മൾ മുമ്പേ ചെയ്തു വരുന്നത് ഈ ഒരു രീതിയാണല്ലോ. ഈ രീതിയിൽ മാറ്റം വരുത്തേണ്ട സമയമായല്ലോ. ഈ ഫെൻസിങ്ങിൻ്റെ കൂടെ മറ്റൊരു ടെസ്റ്റും കൂടെ വയ്ക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ മത്സരിക്കാൻ പോകുന്ന 3 പേരുടെയും ബുദ്ധി, സാമർഥ്യം അതൊക്കെ തെളിയിക്കാനായിട്ട്. കാരണം ഇനി വരാൻ പോകുന്ന രാജാവിന് അത്രയും നല്ല ഒരു പവർ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത്രയും ആപ്റ്റായിട്ടുള്ള ഒരാളെ വേണ്ടി തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാജാവും അത് ശരിയാണല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവയുടെ അച്ഛൻ, എനിക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ വയ്ക്കാം, അതിൻ്റെ കൂടെ മറ്റൊരു കോമ്പറ്റീഷനും കൂടെ വയ്ക്കാം, ഒരു ആർച്ചറി കോമ്പറ്റീഷൻ, അതും കൂടെ നടത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം റാമിൻ്റെ അച്ഛൻ, പറ്റത്തില്ല, എക്സ്ട്രാ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, മുമ്പ് എങ്ങനെയാണോ ഉണ്ടാത്തത് ആ ട്രഡീഷനിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രാജാവിന് ബാക്കിയുള്ളവർ പറഞ്ഞ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് പറയുന്നുണ്ട്, മത്സരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആർച്ചറിയിലും ക്വിസിലും ഒക്കെ കഴിവുള്ളത് നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ നടത്താമെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രാജാവ് റാമിൻ്റെ അടുത്തും കനിൻ്റെ അടുത്തും അവയുടെ അടുത്തും ഈ 3 മത്സരങ്ങൾക്കായിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു മത്സരം നടക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് അവിടെ എൻഡ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചരനെയാണ്. ചരനാണെങ്കിൽ ഒരു ആർട്സ് കോളേജിൽ, അതായത് അവരുടെ ആ ഒരു ഇമാലി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്സ് കോളേജ്, അവിടുത്തെ പ്രൊഫസറാണെന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനാണെങ്കിൽ കനിനെ നോക്കുന്ന ആ ഒരു ഡ്യൂട്ടിയൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവൻ വീണ്ടും കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവനെ കാണുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര ലുക്കായതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളെല്ലാവരും ഇവനെ നോക്കി നോക്കി പോകുന്നുണ്ട്. ചരൺ പോകുന്ന സമയത്ത് കനിനാണെങ്കിൽ അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ എപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നൊക്കെ. എന്നാൽ അതിനൊന്നും ചരൺ റിപ്ലൈ എടുക്കുന്നില്ല, നേരെ കയറി പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ കോളേജിൽ തന്നെ ജയ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനെയാണ്. ആ പയ്യനും പിന്നെ അവൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ച് നടന്നിരുന്ന ടൈമിന് ജയ്യുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ജയ്യുടെ ഫ്രണ്ട്, ഞാൻ പോയി ടിഷ്യൂ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു പയ്യൻ വന്നിട്ട് അവൻ്റെ കർച്ചീഫ് കൊടുക്കുന്നുണ്ട്. ജയ് ആണെങ്കിൽ പെട്ടെന്ന് അത് വാങ്ങുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അവന് പരിചയമില്ലാത്തൊരു പയ്യനായിരുന്നു. അങ്ങനെ ആ ഒരു പയ്യൻ്റെ അടുത്ത്, സോറി, ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആരോ ഒരാളാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ കർച്ചീഫ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പയ്യൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ പയ്യൻ മറ്റാരും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കാൽവിൻ തന്നെയാണ്. ജയ് അങ്ങനെ ആ ഒരു കർച്ചീഫ് യൂസ് ചെയ്യുന്നുണ്ട്. കാൽവിനാണെങ്കിൽ അത് വാങ്ങാനൊന്നും നിൽക്കുന്നില്ല. ജയ് നോക്കുന്ന സമയത്ത് കാൽവിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കാൽവിൻ നേരെ ചെന്നത് ചരണിനെ മീറ്റ് ചെയ്യാനാണ്. കാരണം കാൽവിൻ ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ ചരനാണെങ്കിൽ പേടിക്കാനും വേണ്ട, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം, എന്നാ വർക്ക് ചെയ്താൽ മതി, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ കറക്റ്റ് ജയ് അങ്ങോട്ടേക്ക് വരികയാണ്. ജയ് വന്നിട്ട് ഫസ്റ്റ് ചരണിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ പോലെ വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റ് ആവാനാണ് ഞാൻ വന്നതെന്ന്. ആ സമയം ജയ്യാണെങ്കിൽ കാൽവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട്, നീയാണെങ്കിൽ ഇവനൊന്ന് ശ്രദ്ധിച്ചു വേണം, ഇവനിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. ജയ് അപ്പോൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ജയ്യും കാൽവിനും പുറത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ആർട്സിൻ്റെ ബിൽഡിംഗ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്
ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ആർട്ട് ചെയ്യുന്നത്. അതിൽ തനിക്ക് സ്കൾപ്ചർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ജയ് പറയുന്നുണ്ട്. കാൽവിനാണെങ്കിൽ എനിക്കൊരുവിധം എല്ലാം ചെയ്യാനറിയാം, എന്നെ ഏതാ ഫേവറേറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടന്നു പോകുന്നുണ്ട്. ആ സമയം നേരത്തെ ജയ്ക്കാണെങ്കിൽ കാൽവിൻ അവൻ്റെ കർച്ചീഫ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജയ് കാൽവിനോട് ഞാനത് എത്രയും പെട്ടെന്ന് വാഷ് ചെയ്ത് തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. കാൽവിനപ്പോൾ ഇല്ല നീ അത് വച്ചോളാൻ പറയുന്നുണ്ട്. എന്നാൽ ജയ് ഇല്ല അത് കണ്ടിട്ട് ഭയങ്കര വില കൂടിയ ഒരു കർച്ചീഫാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എന്തായാലും അത് കഴിവിട്ട് നല്ല അടിപൊളിയാക്കി തിരിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കനിന് ബബ്ലു ആണെങ്കിൽ അവരുടെ അശ്വദേവത്തിനെ കുറിച്ചും ഹിമാലയനെ കുറിച്ചൊക്കെയുള്ള പഴയ ഹിസ്റ്ററിയും ക്ലാസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ ഒരു ടൈമിൽ കനിനാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന കണ്ടിട്ട് ബബ്ലു ആണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, റെസ്റ്റ് എടുത്തോ, കണ്ടിട്ട് നിനക്ക് തീരെ ശ്രദ്ധയില്ലാന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവന് ഫെൻസിങ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കോച്ചിനെ സെലക്ട് ചെയ്യാനും പറയുന്നുണ്ട്. കനിനപ്പോൾ ഞാനതിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ കുറേ കോച്ചുകളെ ഭയങ്കര വലിയ എക്സ്പേർട്ടായിട്ടുള്ള കോച്ചുകളെ കുറേ പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ആരെയാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ കനിൻ എനിക്കൊരു മൂഡില്ല, നീ സെലക്ട് ചെയ്തോളം പറയുമ്പോൾ ബബ്ലു ആണെങ്കിൽ അയ്യോ അങ്ങനെ പറയരുത്, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ എനിക്കൊരു കാര്യം ചെയ്യ്, ചരൺ എവിടെയാണ് ഉള്ളതെന്ന് പറ, എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബബ്ലു ആണെങ്കിൽ എനിക്ക് ചരൺ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് കള്ളം പറയുന്നുണ്ട്. കാരണം കനിനെയും കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ലായിരിക്കും. ആ സമയം കനിനാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ കോച്ചിനെ സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെ ബബ്ലു ആണെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. ലാസ്റ്റ് ബബ്ലു ഓക്കെ സമ്മതിച്ചു, ഞാൻ ചരൺ എവിടെയാണെന്ന് പറഞ്ഞുതരാം, ഒരു കോച്ചിനെ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കനിനാണെങ്കിൽ ആരെയും ഫോട്ടോയും നോക്കാൻ നിൽക്കുന്നില്ല, കണ്ട ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് മതി എന്നങ്ങ് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ ബബ്ലുവിനൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ നമുക്ക് ചരണിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പോകുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ചരനാണെങ്കിൽ ഒരു ആർട്ട് റൂമിലേക്ക് വരുന്നതാണ്. അവിടെ പൈതായി ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനും ഈ ഒരു കോളേജിൽ ആർട്സ് പഠിക്കാനായിട്ട് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചരൺ ആ ഡ്രോയിങ് ഒന്ന് നോക്കുന്നുണ്ട്. നിൻ്റെ ഫീലിങ്സ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരെന്നിട്ട് ചരൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ഒരു ഡ്രോയിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഡ്രോയിങ്ങിൻ്റെ അർത്ഥത്തെ പറ്റിയിട്ട് ചരൺ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ നമുക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന്. അത് പറയുമ്പോഴത്തേക്കും പൈതായി ആണെങ്കിൽ അവനും റാമിലും ഒരുമിച്ച് റാമിലിൻ്റെ റൂമിൽ ഇരിക്കുന്നതും കിസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ആലോചിക്കുന്നത്. കാരണം റാമിലാണെങ്കിൽ ഒരു രാജകുമാരനാണ്, എന്നാൽ പൈതായി അതിലും താഴെയുള്ളൊരു പയ്യനുമാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നും അറിയാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചരൺ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതും പൈതായി പെട്ടെന്ന് ഈ ഒരു കാര്യം ആലോചിക്കുന്നത്. അതേസമയം കനിനെയും ബബ്ലുവിനെയും കാണിക്കുമ്പോഴത്തേക്കും കനിൻ വാശി പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിലോട്ട് ബബ്ലു ആണെങ്കിൽ അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പൈതായും ചരനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൻ്റെ പുറത്തുള്ള ഡോറിൻ്റെ അവിടെയായിട്ട് കനിൻ വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയം പെട്ടെന്ന് ഡോർ ഓപ്പണായി പോവുകയാണ്. അങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പൈതായും പിന്നെ ചരനും അത് ആരാണെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ചരൺ കനിനെ കാണുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് കനിൻ അവിടെ എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. കനിനും ബബ്ലുവും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ചരനും പൈതായും പുറകെ വന്നിട്ടുണ്ടായിരുന്നു. ചരൺ നിങ്ങളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. എന്നാൽ തന്നെ കാണാനാണ് വന്നതെന്നുള്ള കാര്യം കനിൻ തുറന്നു അറിയുന്നില്ല. കനിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബബ്ലു ആണെങ്കിൽ അത് പിന്നെ കനിൻ വാഷ്റൂം അന്വേഷിച്ച് വന്നത് അത് ഈ വഴിയാണ്, നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ കനിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം തന്നെ ചരണിൻ്റെ കാര്യം മനസ്സിലായി തോന്നുന്നു. വൈതായും എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇന്ന് ചരണിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചരനാണെങ്കിൽ ഒന്നുമില്ല നീ പോയി ഡ്രോയിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചരനും കനിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം കനിൻ്റെ അടുത്ത് ചരൺ നീ എൻ്റെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്നെ അന്വേഷിച്ച് വന്നതാ, കാരണം ഒന്നാമത് നീ കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല, രണ്ടാമത് ഞാൻ മെസ്സേജ് അയച്ചതിന് നീ റിപ്ലൈ ചെയ്യുന്നില്ല, നീ എന്താ കൊട്ടാരത്തിൽ നിൽക്കാത്തേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ അത് പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കാൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ രാജകുമാരൻ വന്നിട്ടുണ്ട്, ആ രാജകുമാരനെ നോക്കാനും രാജാവിനെ ഏൽപ്പിച്ചു, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയാണ്. ആ സമയം കനിനാണെങ്കിൽ ഇല്ല പക്ഷെ പറ്റത്തില്ല, നീ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചരനാണെങ്കിൽ അതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ ഞാൻ ഒരു രാജകുമാരനാണ്, ഞാൻ നിനക്ക് തരുന്ന ഈ ഒരു ഓർഡർ നീ അനുസരിച്ചേ പറ്റുള്ളൂ, നീ നാളെ മുതൽ കൊട്ടാരത്തിൽ എന്നെ നോക്കാനായിട്ട് അവിടെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചരനാണെങ്കിൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയമാണ് പെട്ടെന്ന് ജയ്യും കാൽവിനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നാൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജയ് സോറി പറഞ്ഞിട്ട് കാൽവിനെ വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ചരൺ എനിക്ക് ക്ലാസ്സിന് സമയമായി ഞാൻ പോവുകയാണ്, പിന്നെ കാൽവിൻ രാജകുമാരൻ ഇവിടെ പഠിക്കുന്ന കാര്യം ആരുടെടുത്തും പുറത്ത് പറയരുത്, അത് അത്ര ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ചരനാണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സൊന്നും അല്ലാണ്ടൊരു നോർമൽ ഡ്രോയിങ് ക്ലാസ്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്ക് മറ്റൊന്നുമില്ല, നമ്മുടെ ആപ്പിളാണ് വരയ്ക്കേണ്ടത്, ഭയങ്കര ഷെയ്ഡിങ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ നമ്മുടെ കനിനും ബബ്ലുവും കൂടി ഇരിപ്പുണ്ടായിരുന്നു. രണ്ടിനും വീട്ടിൽ പോകാൻ ഒരു ഉദ്ദേശവും ഇല്ല. കനിനാണെങ്കിൽ ചരനെ തന്നെ നോക്കുന്നുണ്ട്. ചരൻ അങ്ങനെ ഓരോരുത്തരുടെ ഡ്രോയിങ് നോക്കി വരുമ്പോൾ കനിന് ഡ്രോയിങ് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെയോ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ചരന് ആ ഒരു ഡ്രോയിങ് കാണാൻ കനിൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ചരൻ അത് കാണുന്നുണ്ട്. കനിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ നീയാണെങ്കിൽ കൊട്ടാരത്തിൽ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ
ചരൺ നിങ്ങളിപ്പോൾ തിരിച്ചു പോകാനായിട്ട് പറയുമ്പോൾ കനിൻ ഇല്ല നീ വരണമെന്ന് പറയുന്നുണ്ട്. ചരൺ അപ്പോൾ എനിക്ക് പറ്റില്ല എന്നങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ കനിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കൂടെ ബബ്ലുവും പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന സമയത്ത് നമ്മുടെ കനിൻ വരച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡ്രോയിങ്ങും കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അത് കാണുമ്പോൾ കനിനാണെങ്കിൽ നീ എന്തിനാ ഇത് എടുത്തുകൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ ബബ്ലു അത് പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കണ്ടു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്, ഇനി നമുക്ക് പോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ ഇല്ല, അവനിപ്പോൾ എൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. കനിൻ്റെ വിചാരം അവനിങ്ങനെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ചരൺ പുറകെ വന്നവനെ തടയുന്നൊക്കെയാണ്. എന്നാൽ കനിനാണെങ്കിൽ അതും പറഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ ചരൺ വരുന്നില്ല. അങ്ങനെ കനിൻ ബബ്ലുവിൻ്റെ അടുത്ത് പോയി ചരനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയം ബബ്ലു വരൂന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് പോലും ചരൺ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പോയി വിളിച്ചാലും വരൂന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വെന്നിസിനെയാണ്. അവനിപ്പോൾ നമ്മുടെ കനിൻ്റെ അച്ഛനായിട്ട് ഇത്രയും വർഷം നോക്കിയ ഒരാളെ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ചരൺ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അയാൾ ആരെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിൽ അയാളുടെ ഫോട്ടോ കാണിച്ച് പലരിടത്തും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഒരിതുമില്ല, കാരണം ആരും തന്നെ അയാളെ കണ്ടിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പൈതായി ആണെങ്കിൽ നമ്മുടെ ചരണിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അവൻ വന്നിരുന്നു ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. ആ സമയം അവൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ചരനാണെങ്കിൽ അവന് കഴിക്കാൻ ഒരു മുട്ടായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചരൺ അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇത് ഡ്രോയിങ്ങിൽ ഇത് ഇവിടെയും കൂടെ ഒന്ന് പെയിൻറ്റിങ് കുറച്ച് നന്നായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചരനാണെങ്കിൽ പൈതായുമായിട്ട് നല്ല ക്ലോസ് ആയി നിൽക്കുമായിരുന്നു. ആ ടൈമിലാണ് കറക്റ്റ് റാമിൽ കയറി വരുന്നത്. റാമിൽ കയറി വന്നിട്ട് നീ ഇതാണോ നിനക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ദേഷ്യത്തിൽ പൈതായിയോട് ചോദിക്കുന്നുണ്ട്. ചരനപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. റാമിലുടനെ തന്നെ പൈതായിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ചെല്ലാണ്. ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും റാമിലാണെങ്കിൽ പൈതായിനെ ഒരിടത്തോട്ട് ചേർത്ത് നിർത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, നീ എപ്പോഴും എൻ്റെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. പൈതായി അപ്പോൾ എനിക്ക് ഡ്രോയിങ് പഠിക്കാൻ പാടില്ലെന്നൊന്നും ഒരിടത്തും ഒരു റൂൾസും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ റാമിൽ പക്ഷേ ഈ ചരൺ എന്ന് പറയുന്നത് ആ അശ്വദേവാത്തിൽ പെട്ടതല്ലേ, അവനാണെങ്കിൽ എൻ്റെ ശത്രുവല്ലേ, പിന്നെ നീ എന്തിനാ അവൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നത്, ഇനി നീ അവൻ്റെ അടുത്ത് വന്ന് പഠിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ പൈതായിനെ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ചെയ്യുന്നില്ല. അവർ രണ്ടുപേരും നേരെ കാറിലേക്ക് കയറിയിരിക്കുകയാണ്. പൈതായി ആ സമയം അവൻ്റെ കഴുത്തിലേക്ക് ഒരു കോളർ പോലത്തെ സംഭവം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ചെയിനാണെങ്കിൽ റാമിലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് പൈതായി റാമിലുള്ളതാണ്, താൻ റാമിൽ പറയുന്നതിൽ അനുസരിച്ച് അവൻ്റെ അടിമയായിട്ട് നിൽക്കണം, എന്നാൽ അവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു കോളറിൻ്റെ ചെയിൻ റാമിലിൻ്റെ കയ്യിൽ പൈതായി കൊടുത്തതും റാമിലുടനെ തന്നെ പൈതായിനെ അടുത്തേക്ക് ക്ലോസ് ആക്കി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ എൻ്റേത് മാത്രമാണെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റാമിലിൻ്റെ അച്ഛനെയാണ്. അയാളിപ്പോൾ റാമിലിന് ഫെൻസിങ് ഒക്കെ പഠിക്കാനായിട്ടുള്ള കോച്ചിനെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറേ കോച്ചിനെ കിട്ടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ അവർക്ക് വേണ്ടിയിട്ട് എടുക്കാനും മറ്റൊരാളും തന്നെ അവരെ എടുക്കാൻ പാടില്ലെന്നും അതിനു മുന്നേ അവരെല്ലാവരെയും നമ്മുടെ കോച്ചാക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആളെ ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം റാമിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം റാമിലിൻ്റെ അച്ഛൻ അവനോട് ഇങ്ങോട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നതും റാമിൽ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോച്ചസിനെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനി നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ആ ഒരു മത്സരത്തിൽ നിനക്ക് ജയിക്കാനുള്ളതാണ്, ചുമ്മാ അതിന് സമയം കളഞ്ഞ് നടക്കരുതെന്നൊക്കെ പറയാണ്. റാമിലപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട്. അതേസമയം അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊരു മത്സരമാണ്, നീയെങ്ങാനും നേരെ പ്രാക്ടീസ് ചെയ്യാതെ ഈ മത്സരത്തിൽ തോറ്റാ നിൻ്റെ കൂടെയുള്ള ഒരു പൈതായിനെ ഞാനങ്ങ് ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട്. റാമിലിന് അത് കൊള്ളൂന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ്റെ അച്ഛൻ ആ ഒരു കാര്യം പറയുന്നത്. ആ സമയം റാമിലിന് ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. അവനാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കനിനാണെങ്കിൽ ഫെൻസിങ് പ്രാക്ടീസിന് പോകുന്നതാണ്. എന്നാൽ ആ ടൈമിന് അവിടെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യാനായിട്ട് റാമിൽ വന്നിട്ടുണ്ടായിരുന്നു. റാമിലിനെ കാണുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ നീ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ആ സമയം റാമിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ പ്രാക്ടീസിൻ്റെ സമയമാണ്, ഷെഡ്യൂൾ ചേഞ്ച് ആയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേന്ന്. ആ സമയം കനിൻ നോക്കുമ്പോഴാണ് അവന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരുന്ന കോച്ച് അവിടെ റാമിലിനെ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം റാമിലിൻ്റെ അച്ഛനാണെങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ കോച്ചിനെയും അവന് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കാണുമ്പോൾ കനിൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. റാമിലപ്പോൾ അവൻ അതാണ് നോക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഇതെൻ്റെ കോച്ചാണ്, നീയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഇന്ന് പ്രാക്ടീസ് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. അതേ കേൾക്കുമ്പോൾ കനിന് ദേഷ്യം വരുന്നുണ്ട്. കനിൻ അങ്ങനെ അവിടെ നടന്നു പോകാൻ തുടങ്ങുന്ന സമയത്ത് ബബ്ലു പറയുന്നുണ്ട് നല്ലൊരു കോച്ചിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അതിനുശേഷം അവരവിടെ നിന്ന് പുറത്തേക്കൊക്കെ നടന്നു പോവാണ്. ആ ടൈമിലാണ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് ചരൺ വരുന്നത് ഇവൻ കാണുന്നത്. അങ്ങനെ ചരണിനെ കാണുന്നത് നീ തിരിച്ചെത്തിയോ എന്നിങ്ങനെ കനിൻ ചോദിക്കുന്നുണ്ട്. ചരൺ അപ്പോൾ എത്തി, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ
ചരനാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കനിൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. ചരൺ ഇപ്പോൾ വന്നത് അവൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു പെയിൻറ്റിങ്, ആ ഒരു പെയിൻറ്റിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് രാജാവിന് വേണ്ടി ചെയ്തതായിരുന്നു. അങ്ങനെ അത് രാജാവിന് കൊണ്ട് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം അവർ സംസാരിക്കുന്നുണ്ട്. ആ സമയമാണ് കനിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കനിനെ കാണുന്നതും ചരൺ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് രാജാവായിട്ടുള്ള അവൻ്റെ മുത്തശ്ശനോട്, മുത്തശ്ശ ഒരു കാര്യം പറയാനുണ്ട്, ഞാനിപ്പോൾ ഈ ഒരു നാട്ടിലല്ല ജനിച്ച് വളർന്നതെങ്കിലും ഈ ഒരു കോമ്പറ്റീഷൻ എനിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോച്ച് എന്നെ പഠിപ്പിക്കാനായിട്ടില്ല. എനിക്കൊരാളെ വേണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ ഉദ്ദേശിക്കുന്നത് ചരണ്യാണ്, അവന് വേണ്ടതും ചരണ്യാണ്. പക്ഷെ അവൻ്റെ മുത്തശ്ശനത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശൻ ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കനിനപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചരണ്യാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശൻ ചരനും കനിനും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കനിൻ തനിക്ക് ചരൻ്റെ കോച്ചായിട്ട് വേണമെന്ന് പറയുമ്പോൾ മുത്തശ്ശന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയാൾക്കാണെങ്കിൽ സമ്മതിക്കണമെന്ന് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് കനിൻ അവൻ്റെ റൂമിൽ ബബ്ലുവിൻ്റെ കൂടെ ചരൺ വല്ലതും വരുന്നുണ്ടോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചരൺ പെട്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെ ബബ്ലു അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചരൺ വരുന്നതും കനിനോട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഈ രാജാവിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന്. കനിനപ്പോൾ എന്താ എൻ്റെ ആവശ്യം എനിക്ക് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ പക്ഷേ നിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളൊരു പാവയല്ല ഞാനെന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. കനിൻ ആ സമയം പക്ഷേ എനിക്ക് നിന്നെ എൻ്റെ കോച്ചായിട്ട് വേണം, നീ എൻ്റെ അടുത്തുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, നീ എന്നെ വിളിക്കാനായിട്ട് ഈ ഒരു സ്ഥലം വിട്ട് അങ്ങ് ലണ്ടൻ വരെ വന്നു, എന്നിട്ട് ഈ തിരിച്ചെന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നീ അപ്പം തന്നെ എൻ്റെ അടുത്ത് നകലാൻ തുടങ്ങി. നിനക്ക് എൻ്റെ അടുത്ത് ഇത്തിരി പോലും സിമ്പതി തോന്നില്ലേ, നീ എൻ്റെ അടുത്തുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ രാജാവ് വന്നിട്ട് ഇനി നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി ഒരിക്കലും കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചരണിൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് നീ എന്താ ഫെൻസിങ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ചരണപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ കനിനാണെങ്കിൽ എന്താ ചെയ്താന്ന് ചോദിച്ചിട്ട് അവൻ്റെ രണ്ട് കൈയിലും പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറ നീ എന്താ എന്നോട് ഫെൻസിങ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ ഞാൻ ആരുടെയും മുന്നേ വെച്ച് ഫെൻസിങ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് മുതൽ നിങ്ങളുടെ കോച്ചായിട്ട് ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആണെങ്കിൽ ചരൺ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് ബ്ലഷായിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് കൊണ്ടുകൊടുക്കുന്ന സെർവൻറ്റ് അവനെ കണ്ടിട്ട് നിങ്ങൾ നല്ല മൂഡിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ കോളേജിൽ വിളിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ പഠിപ്പിക്കാൻ ഉണ്ടാകത്തില്ല എന്ന് ഒന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അയാൾ കോളേജിൽ തിരിച്ച് പഠിപ്പിക്കാനായിട്ട് ഇനി വരുന്നത് എപ്പോഴായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ ഇനിയിപ്പോൾ കൊട്ടാരത്തിൽ ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടേ ഞാൻ കോളേജിലേക്ക് ഇനി വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ചരൺ വെന്നിസിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കനിൻ്റെ അച്ഛനായിട്ട് അവനെ നോക്കിയ ആൾ, അതായത് തന്തനായിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വെന്നിസ് ആണെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തന്തനായിയുടെ ഇവിടുത്തെ എയർപോർട്ടിൽ വെച്ചിട്ട് കിട്ടിയ ഒരു ഫോട്ടോയാണ്, കണ്ടിട്ട് തന്തനായി ഓൾറെഡി ഹിമാലയയിൽ എത്തിയെന്നാണ് തോന്നുന്നത്, കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അറിയിക്കാമെന്ന് പറയും കോൾ കെട്ടിയുന്നുണ്ട്. അടുത്ത ദിവസം കനിനാണെങ്കിൽ ആ ഒരു ഫെൻസിങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ചരൺ അങ്ങോട്ടേക്ക് വരുന്നതും കനിൻ്റെ അടുത്ത് ഫെൻസിങ് ചെയ്യാനായിട്ട് അവൻ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സ് മാറ്റാനായിട്ട് പറയുന്നുണ്ട്. കനിനപ്പോൾ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ചരനപ്പോൾ ഞാൻ നിൻ്റെ കോച്ചല്ലേ, ആ ഡ്രസ്സ് മാറ്റാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനത് മാറ്റി കഴിയുന്നതും ചരനാണെങ്കിൽ കനിനെ കൊണ്ട് കുറേ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറേ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കനിനാണെങ്കിൽ അയ്യോ എൻ്റെ കാൽ ഒളിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ ഡോക്ടറിനെ വിളിക്കാനായിട്ട് ബബ്ലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ അത് കള്ളത്തരമാണെന്ന് ബബ്ലുവിന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബബ്ലു അയ്യോ ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചരനപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് കള്ളം പൊളിയല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ കനിൻ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ കാല് ശരിയായി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചരൺ വീണ്ടും തിരിച്ചു വരുമ്പോൾ കനിൻ വീണ്ടും അയ്യോ എൻ്റെ കാല് വേനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് ചെയ്യാതിരിക്കാനായിട്ട് വീണ്ടും തുടങ്ങുന്നുണ്ട്. എന്നാൽ ചരണിന് കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ നിൻ്റെ ഈ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് നിനക്ക് ആ ഒരു മത്സരം നടക്കുമ്പോഴത്തേക്കും പരമാവധി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ ബോഡി സ്ട്രോങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നീ അപ്പം തന്നെ തോക്കും, നിനക്ക് തോക്കണമെന്നാണ് ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കനിൻ അപ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പം തന്നെ ഫെൻസിങ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ചരനപ്പോൾ നിനക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫെൻസിങ് ചെയ്യുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് കനിൻ ചോദിക്കുന്നുണ്ട് നീ ജനിച്ചപ്പോഴേ ഇത് പഠിച്ചുകൊണ്ടാണോ വന്നതെന്ന്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു കളി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ശരിക്കും കനിൻ വന്ന് വീണിട്ട് അവൻ്റെ കാൽ ഒളുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബബ്ലു ആണെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ കനിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുടെ ബൈ.